കോഴിക്കോട് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. ലഹരി കേസിലെ പ്രതി മുക്കം സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് കർണാടകയിൽ നിന്ന് പിടിയിലായത്. ഡൽഹിയിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ വഡോദരയിൽ വെച്ചായിരുന്നു പ്രതി രക്ഷപ്പെട്ടത്. ദിലീഷ തിലകൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. പറയൂ ദിലീഷ, വിവരങ്ങൾ. കഴിഞ്ഞ 23-ാം തീയതിയാണ് ഈ കോഴിക്കോട് മുക്കം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹനീഫ, ഇയാൾ വലിയ ലഹരി സംഘത്തിലെ കണ്ണിയാണ് എന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് തന്നെ ഏകദേശം 2 ഇടങ്ങളിൽ നിന്നായിട്ട് 3 കിലോയോളം MDMA വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയാണ്. ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ശേഷം ഡൽഹിയിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോവുകയായിരുന്നു 23-ാം തീയതി. അന്നാണ് ട്രെയിനിൽ വെച്ച് ഇയാൾ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടുന്നത്. അതായത് ഈ ഡൽഹിയിൽ നിന്നും കൂടുതലും MDMA ഡൽഹിയിൽ നിന്നുമാണ് ഇയാൾ നാട്ടിലെത്തിച്ച് വിൽപ്പന നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡൽഹിയിലേക്ക് ഇയാളെ കൊണ്ടുപോകുന്നത്. ഗുജറാത്തിലെ വഡോദരയ്ക്ക് സമീപം വെച്ചാണ് ഇയാൾ ട്രെയിനിൽ നിന്നും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടുന്നത്. കൃത്യം 10 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പുലർച്ചയോട് കൂടിയാണ് മുക്കം പോലീസ് ഇയാളെ പിടികൂടുന്നത്. റെയിൽവേ പോലീസിന്റെയും അതുപോലെ തന്നെ RPFന്റെയും എല്ലാം സഹായത്തോടു കൂടിയാണ് ഇന്ന് പുലർച്ചെ കൽബുർഗിയിലെ ട്രെയിനിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിക്കായിട്ട് സംസ്ഥാനത്തിന് പുറത്തേക്ക് ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ രീതിയിൽ ലഹരി കടത്തുന്ന ഒരു സംഘത്തിലെ കണ്ണിയാണ് ഹനീഫ എന്നുള്ളതാണ്. നാളെ ഈ പ്രതിയുമായി അന്വേഷണ സംഘം നാട്ടിലെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.